നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ നിഫ്റ്റി നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ നമുക്കൊരു ട്രെൻഡ് നോക്കാം. കറണ്ട് ട്രെൻഡ് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. കറണ്ട് ട്രെൻഡ് വീക്ക്നെസ് ആണ്. നമ്മൾ ഇതിന്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്തപ്പോൾ 23,400 താഴത്തേക്ക് തന്നെ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ലോങ് ടൈം ട്രെൻഡ് വീക്ക്നെസ് ആയി. എപ്പോഴും ലോങ് ടൈം ട്രെൻഡ് വീക്ക്നെസ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കണം. മാർക്കറ്റിലെ ട്രെൻഡ് റിവേഴ്സലാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അതേപോലെ തന്നെ ഈ ഒരു ലെവലിലും ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഏരിയ ആണ്. പക്ഷെ അത് ഷോർട്ട് ടൈം റിവേഴ്സലാണ്. ഇത് ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സലാണ്. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സ് ആയതിനു ശേഷം ഇപ്പോൾ നിൽക്കുന്നത് 22,161 എപ്പോഴും ആ ഒരു റൈറ്റ് ഏരിയ എപ്പോഴും മനസ്സിലാക്കണം. മാർക്കറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ട്രെൻഡ് റിവേഴ്സൽ ഏരിയ. എപ്പോഴും റൈറ്റ് എൻട്രികൾ പ്ലേസ് ചെയ്യാനും, ഇപ്പോൾ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി ആയാലും അതുപോലെ തന്നെ ബൈർ ഓപ്പർച്യൂണിറ്റി ആയാലും റൈറ്റ് എൻട്രികൾ പ്ലേസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ഏരിയ ആണ് ഇപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ സ്റ്റിൽ നെഗറ്റീവ് ആണ്. നമ്മൾ ഈ ഒരു ലെവൽ മുതൽ തന്നെ ഹയർ ലെവൽ മുതൽ തന്നെ ഈ ഒരു ലെവലിൽ ട്രാപ്പ് ഏരിയ എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിരുന്നു. നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പ്രീവിയസ് പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. എക്സാക്ട് ആയിട്ട് ഈ ഒരു ട്രാപ്പ് ഏരിയയും തന്നെ റിവേഴ്സ് ആയി. മാത്രമല്ല സപ്പോർട്ടിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഒരു ലെവലിൽ സപ്പോർട്ടിന്റെ താഴെ ക്ലോസ് ചെയ്ത് നിൽക്കുമ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് ക്ലോസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു സഡൻ ആയിട്ടുള്ള ഒരു ഫാളിനാണ് സാധ്യത. കാരണം സപ്പോർട്ടിന്റെ ഒരു താഴെയാണ്. കാരണം ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെങ്കിൽ എപ്പോഴും ആ ഒരു സപ്പോർട്ടിന്റെ താഴെ നിൽക്കുമ്പോൾ ഒരിക്കലും ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച്. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് നിങ്ങളൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും സപ്പോർട്ടിന്റെ ഒരു മുകളിൽ നിൽക്കുമ്പോൾ ബൈ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത്, അതായത് ഇപ്പൊ ഇൻ കേസ് നിഫ്റ്റി മുകളിലേക്ക് ബൗൺസ് ചെയ്യുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ റെസിസ്റ്റൻസ് 22,450 അത് 22,450 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഇതിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതെയാണ് എപ്പോഴും ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ചെയ്യുകയുണ്ടാണ്. കൃത്യമായിട്ടുള്ള എൻട്രീസ് കൃത്യമായിട്ടുള്ള രീതിയിൽ ട്രേഡിംഗിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ, നിഫ്റ്റിയിൽ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഇവിടെ നിന്ന് ഒരു ഫാള് വന്നു കഴിഞ്ഞാൽ ഇനി സപ്പോർട്ട് ഈ ലെവലൊന്നും നമുക്ക് ഈ ഒരു ലെവലിലൊന്നും സപ്പോർട്ട് കാണുന്നില്ല. ഇൻ കേസ് സപ്പോർട്ട് കാണാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ഈ ഒരു ഏരിയ മാത്രമാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ ഏരിയ ഇന്നത്തെ മാർക്കറ്റിൽ ഗാപ്പ് ഡൗൺ ഓപ്പൺ വന്നതിന് ശേഷം ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ വളരെ ഒരു ഡേഞ്ചർ സോൺ ആണ്. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് സഡൻ ഫാളിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. കാരണം ഇതിന്റെ ഒരു താഴെ നിലനിൽക്കുമ്പോൾ ഇപ്പൊ ഇനി നിഫ്റ്റിക്കുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് റെസിസ്റ്റൻസുകളാണ്. 22,320, 22,450. 22,450 മുകളിൽ സസ്റ്റെയിൻ ചെയ്താലാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഷോർട്ട് കവറിങ് വരാനായിട്ടൊരു സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഹയർ ലെവലിലെ റെസിസ്റ്റൻസ് ആയിട്ട്, സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലെവലിൽ നിന്ന് എപ്പോഴും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. എപ്പോഴും റൈറ്റ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി റെസിസ്റ്റൻസിന്റെ അടുത്തൊന്നും, റൈറ്റ് ബൈ ഓപ്പർച്യൂണിറ്റി റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്തൊന്നും, അല്ലെങ്കിൽ പിന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലാണ് എപ്പോഴും റൈറ്റ് ബൈ ഓപ്പർച്യൂണിറ്റി. എപ്പോഴും ഇതേ രീതിയിൽ എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിഫ്റ്റിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഡെയിലി ടൈം ഫ്രെയിമിലാണ് 22,320. 320 മുകളിലേക്ക് ക്ലോസ് ചെയ്താൽ ഷോർട്ട് കവറിങ്ങിന് ഒരു സാധ്യത മാർക്കറ്റിൽ കാണണം. പക്ഷെ നമുക്ക് ഇൻട്രാഡേ ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഇത് ലോങ് ടൈം വ്യൂ മാർക്കറ്റിന്റെ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് ഇൻട്രാഡേ ടൈമിൽ നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഏതൊക്കെ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് റൈറ്റ് എൻട്രി യൂട്ടിലൈസ് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. അപ്പൊ നിഫ്റ്റിയുടെ ഒരു ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് വരുന്നതാണെങ്കിൽ, അതായത് 22,175, 22,175 സപ്പോർട്ട് വരുന്നത്. അപ്പൊ 22,175 താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഇവിടെ ചാർട്ടിലൂടെ ക്ലോസ് ചെയ്താലും 22,200 താഴെ, 175 താഴെയാണ് ക്ലോസിംഗ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഏരിയ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇൻ കേസ് 22,175 മുകളിൽ നിലനിൽക്കുമ്പോൾ 22,175 താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ ഉടനെ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആകും. ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. അടുത്ത സപ്പോർട്ട് 21,970 അടുത്ത സപ്പോർട്ട് വരുന്നത്. അതായത് 22,000 താഴെയാണ് സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് പറയാനായിട്ട് 22,265,
ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 22,175 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 22,165 മുകളിലേക്ക് ബൗൺസ് ചെയ്താൽ, ഈ ഒരു ലെവൽ ബൗൺസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിലേക്ക് ആയാലും റെസിസ്റ്റൻസ് ഉണ്ട്. 22,320 റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതിനുശേഷം 400 ലെവലിന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. 22,445 22,410 എന്ന് പറയുന്ന റേഞ്ച്, ഒരു റേഞ്ച് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന്റെ താഴത്തേക്ക് നിലനിർത്തിയാൽ ഉടനെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവല് നല്ലൊരു ഏരിയ ആണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ. അതുപോലെ തന്നെ 22,320 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താം. ഇതും ബ്രേക്ക് ചെയ്താൽ അടുത്ത സപ്പോർട്ട് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവല് സപ്പോർട്ട് എന്ന് പറയുന്നത് 22,245 265 റേഞ്ചാണ്. 22,245 265 റേഞ്ച്, അതായത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 22,245 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം. പക്ഷെ തൊട്ടടുത്ത് സപ്പോർട്ട് ഉണ്ട്, 22,175 സപ്പോർട്ട് ഉണ്ട്. ഇതിന് ശേഷം ഈ ഒരു ലെവലില് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു എക്സാക്ട് മൊമെന്റം കിട്ടണമെന്നില്ല മാർക്കറ്റിൽ. റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്നായിരിക്കും റൈറ്റ് മൊമെന്റം എപ്പോഴും മാർക്കറ്റിൽ കിട്ടുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ശ്രദ്ധിക്കണം. 21,970 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 22,175 വീണ്ടും 200ന്റെ താഴെ വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 21,970 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ഇതിന്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈമിൽ ലോ ബ്രേക്ക് ചെയ്താൽ ഉടനെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 21,810 ഹോൾഡ് ചെയ്തുകൊണ്ട് 21,860 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഈ ഒരു ലെവല് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതിനുശേഷം 21,810 താഴെ വീക്ക്നെസ് ആണ്. 21,400 ആണ്, 430. അതുപോലെ തന്നെ ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത് 21,200. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിഫ്റ്റിയിലെ കുറച്ചൊരു സ്ട്രോങ് സപ്പോർട്ട് വരുന്നത്, ലോവർ ലെവലിൽ കുറച്ച് സ്ട്രോങ് സപ്പോർട്ട് വരുന്നത് 21,200. അതുപോലെ തന്നെ ഇപ്പൊ ജസ്റ്റ് സപ്പോർട്ട് ലെവൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താണ്. ഇൻ കേസ് വലിയൊരു ഫാള് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കണം. സപ്പോർട്ടിന്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം, ക്വിക്കായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. ഇപ്പൊ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസങ്ങളിലെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.